ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു അമ്മായിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അനീഷിൻ്റെ ഈ അമ്മായി കുറച്ച് നാൾ മുമ്പേ ഒരു വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ കമൻറ്റ് ഇട്ടേന് അനീഷിനെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ലാലേട്ടനെ വരെ ലാലപ്പൻ്റെ കുൽസിതം എന്നൊക്കെ പറഞ്ഞ് കുറേ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഈ ഒരു അമ്മായിയെ പറ്റി അനീഷിന് അറിയത്തില്ല കേട്ടോ. അനീഷിന് ഈ അമ്മായിയെ പറ്റി യാതൊരു അറിവുമില്ല. പക്ഷേ ഈ അമ്മായി സ്വയം അനീഷിൻ്റെ അമ്മായിയായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചേക്കുവാണ്. അല്ലാതെ അനീഷിന് അറിയാവുന്ന ഒരു അമ്മായിയല്ല. അനീഷിന് ഈ കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു. പക്ഷേ അനീഷിനെ കൂടെ പറയിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള കുറേ അവൾമാരൊക്കെ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിപ്പോൾ ഒരു പെണ്ണിനെ പറ്റിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം കാര്യങ്ങൾ പറയാനായിട്ട്. പെണ്ണുങ്ങൾ തന്നെയല്ല, ആണുങ്ങളെ ആണെങ്കിലും മോശമായിട്ട് പറയുന്ന കാര്യം അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. അതിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ മേല, ഇവർക്ക് ഏതാണ്ട് അനുവിനെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ് ഇവർക്ക്. അനു പറയുന്ന ഓരോ വാക്കുകളെടുത്ത് ഒരു ആവശ്യമില്ലാതാണ് ഇവരിനകത്ത് പറയുന്ന മുഴുവൻ കുറേ നുണകളാണ്. ഒരു കാര്യവും ക്ലിയറായിട്ട് ഇവരറിയാതെ അറ്റവും മൂലം പറഞ്ഞു നടക്കുന്ന ഒരു അമ്മായിയാണ്. അമ്മായിനെ അവർ വിളിക്കുന്നുള്ളതാണ് നല്ലത്. കാര്യം വെച്ചാൽ അതാണ് ചേരുന്നത്, അവർക്ക് അമ്മായി എന്ന് വിളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അമ്മായിയുടെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ അനുവിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഓരോന്നും പറയുക. അപ്പം കഴിഞ്ഞ ദിവസം അനു ഗൾഫിൽ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇതിന് പോയപ്പം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഗൾഫിൻ്റെ ഇതാന്ന് തോന്നും, അതിൻ്റേതായിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. കാര്യം ആരോ അനുവിനോട് ചോദിക്കുന്നുണ്ട് അനീഷിനെ തേച്ചോന്ന്. അതിനുള്ള മറുപടിയാണ് അനു പറയുന്നത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇതായിട്ടുണ്ട്. അനീഷിനെ അനു തേച്ചതല്ല, അനീഷ് നോ പറഞ്ഞിട്ടില്ല. അത് ഞാനും ഒന്ന് പറഞ്ഞു. അനു നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അനു പറയേണ്ട കാര്യങ്ങൾ അനു പറയുകയും ചെയ്തു. അനുവിന് ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് കല്യാണം കഴിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. ഗുരുവായൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അനീഷ് ക്രിസ്ത്യനാ. ഈ ഗുരുവായൂർ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അവിടെ വെച്ച് ഒരിക്കലും ഒരു കല്യാണം നടക്കാൻ പറ്റത്തില്ല. അത് കേട്ടപ്പോഴേ അനീഷിന് മനസ്സിലായി. അനീഷ് അന്നേരം എണീറ്റ് പോയി. ബാക്കി പിന്നെ കേൾക്കേണ്ട കാര്യമില്ല. കാര്യം നോ എന്ന് പുള്ളി പറഞ്ഞില്ലേലും അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനു പറഞ്ഞത്. അനു ഇഷ്ടമല്ലാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേൾക്കുന്നതിന് മുമ്പേ അത്രയും കേട്ടപ്പം ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലായി കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് നോ എന്ന് പറയുന്നതിന് പകരം കാര്യങ്ങൾ ക്ലിയറാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി. അനീഷ് എണീറ്റ് പോയി. പിന്നെ അതിനെപ്പറ്റി അനീഷ് ഈ നിമിഷം വരെ ഒരിടത്തും ചർച്ച ചെയ്തിട്ടില്ല. അനീഷിനോട് ആരെങ്കിലും ചർച്ച ചെയ്യാൻ ചെന്നാലും അനീഷ് അതിനൊരു താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അനുവിനോട് ചോദിച്ചപ്പോൾ അനു പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അനീഷ് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അനു അതിനകത്ത് വെച്ചും പറയുന്നുണ്ട്. എനിക്ക് മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യാതിരുന്ന പുറത്താണെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിനകത്ത് വെച്ച് ആ മനുഷ്യനെ ഒരിതാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടേതായ കാര്യങ്ങൾ. അനീഷിൻ്റെതായ കാര്യങ്ങൾ നോക്കി നടക്കുന്നു, അനുവിൻ്റെതായ കാര്യങ്ങൾ നോക്കി നടക്കുന്നു. പക്ഷേ ഈ അമ്മായിക്ക് ഒട്ടും ഇരിക്കപ്പുറതിയില്ല. ഈ അമ്മായി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം അമ്മായിയുടെ വോയിസ് ഒന്ന് കേൾക്കാം. അത് വലിച്ചു കയറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. ആർക്ക് കാരണം ഇവിടെ മോണ്ട ഇവിടെ ആ പൈസ കിട്ടുന്നു ഏതാണ്ട് ഓർത്തോണ്ടാണ് ആ ബണ്ണ് മൊത്തം വലിച്ചു പോകാരി ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വലിയ വന്ന് ആ വലിച്ചു കയറ്റുന്ന കണ്ടാലും ദൈവമേ നാണം കെട്ട പശുക്കളും ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടിട്ട്. എന്നിട്ട് അവൾ അവസാനം ചോദിക്കാം എനിക്ക് ഇതില്ല അത് പോകത്തില്ലെന്ന്. ഏതാണ്ട് 1 കോടി രൂപയോളം കിട്ടി. എന്നിട്ടും ആർത്തി മാറിയില്ല. എന്നിട്ട് വാക്ക് കൊടുത്തതാ ആ നെവിനൊക്കെ അവൾ എത്രയും പൈസ കൊടുത്തേക്കാന്ന്. എന്നിട്ട് ഈ 1 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ബാക്കി പുള്ളിക്കാർ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ 1 കോടി കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ദിവസം നടന്നിട്ടും. കാര്യം എന്ന് വെച്ചാൽ ആ ബിഗ് ബോസിൽ 50 ലക്ഷം പറഞ്ഞതിൽ നിന്ന് എനിക്ക് നേണ്ട 42 ലക്ഷം രൂപ അങ്ങോട്ട്. പക്ഷേ അത്രയും തുക കൈ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടാക്സോ കാര്യങ്ങളോ GST അതിനൊക്കെ പിടിച്ച് ചെക്കി കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കിട്ടുന്നു 1 കോടി രൂപ കിട്ടിയെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അവിടെ വെച്ചാൽ മത്സരം നടത്തിയതിനെ പറ്റിയാണ് പുള്ളിക്കാർ പിന്നെ പറയുന്നത്. ആ ബണ്ണ് തിന്ന് നമ്മൾ സ്വാഭാവികം ഒരു മത്സരം നടക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഇതിനായിട്ടല്ലേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് അനു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അനു അതിനകത്തു നിന്നുള്ള ഓരോ ഗെയിമും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കൊഞ്ചലും ഇതൊക്കെ കൂടുതലായിട്ടുണ്ട്. അത് എനിക്ക് ചില സമയത്ത് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഒരു ഗെയിമാണ്. ഗെയിം ചെയ്തപ്പോഴത്തേക്ക് അവരും ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തു. അത് വിജയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് തോറ്റ് പിന്മാറുക. പുള്ളിക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു ജീവിതമാണ്. അപ്പോൾ പുള്ളിക്കാർ ഒരിടത്തും ഇനി തോക്കില്ലെന്നുള്ളൊരു വാശി തന്നെയാണ് മുന്നോട്ട് പോയേക്കുന്നത്. അതേ രീതിക്ക് തന്നെ എവിടെ ചെന്നാലും പുള്ളിക്കൊരു നല്ല ഇത് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക് അമ്മായിയുടെ കാര്യം കേട്ടോ. എന്നിട്ട് അവളത് കൊടുത്തില്ല, പിആറിന് കൊടുത്തിട്ടില്ല. എല്ലാം അവള് കള്ളത്തരവും വാക്ക് പാലിക്കാത്ത കുടുംബമാണ്. എന്നിട്ട് അവള് ചിത്ര ചേച്ചിയുടെ ആ ഗോൾഡ് അത് അവര് കൊടുത്തപ്പോൾ പറയണ്ട വേണ്ട ചേച്ചി ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ യുവ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് അത് സമ്മതിക്കാതെ ഇവളുടെ വില കൂടുതലായിരുന്നു. ഇവിടെ എന്നിട്ട് ഉള്ളത് കൂടി ആയിക്കോട്ടെ, നീ ഇത് മുഴുവൻ നീ അനുഭവിക്കോ, ഇതിന് 100 ഇരട്ടി നിനക്ക് നഷ്ടം വരും എന്നുള്ളത് നീ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ അടിച്ചു മാറ്റുമ്പോഴും.
ആദ്യത്തെ വോയിസിനകത്ത് ഇവർ പറയുന്നുണ്ട് നിവിന് പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞതായിരുന്നെന്ന്. നിവിൻ എന്നിട്ട് കൊടുത്തില്ലെന്ന്. നിവിൻ ഒരിക്കലും അനുമോൾ എനിക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ ഇന്നയാൾ എനിക്ക് തന്നിട്ടില്ല എന്ന് പേരെടുത്ത് പറയുന്നത് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. അത് നിവിൻ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. അതുപോലെ തന്നെ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് മോതിരം മേടിച്ചു. അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം അനു തന്നെ മിഥുനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗൾഫിലാണെന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ആ ഒരു ഇതിനെപ്പറ്റി. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ആ മത്സരത്തിൻ്റെ ഇതായിട്ട് കൊടുത്തതല്ല ആ ഒരു മോതിരം. ചിത്ര ചേച്ചിയുടെ ഒരു കസിൻ ആരുടെ എന്തോ ബൊക്കെ ഏതാണ്ട് കൊടുക്കണം, അനുവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുക്കാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് ചിത്ര ചേച്ചി ആ മോതിരം കൊടുക്കുന്നു. ഇത് കേട്ടാൽ തോന്നും ചിത്ര ചേച്ചി അങ്ങ് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നും. ഈ പുള്ളിക്കാരുടെ വർത്തമാനം കേട്ടാൽ തോന്നും ചിത്ര ചേച്ചിക്ക് ഒരു നിവൃത്തിയില്ല, പാവം പിടിച്ച് ചിത്ര ചേച്ചിയുടെ കയ്യിൽ ആ ഒരു മോതിരമേ ഉള്ളായിരുന്നു. ആ ഒരു മോതിരം അനു അങ്ങൂരി മേടിച്ചെന്ന്. അതൊരു ഇഷ്ടമായിട്ട് കൊടുത്തതാണ്. ആ ഒരു നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നാൽ അത് എന്നതും ആയിക്കോട്ടെ, അത് നമുക്ക് ഭയങ്കര അതും അവരൊക്കെ കയ്യിൽ നിന്ന് മേടിക്കുമ്പം അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അതൊക്കെ ഗെയിമിൻ്റെയും ആ ഏഷ്യാനെറ്റിൻ്റെ ഇതായിട്ടാണ് അനുവിന് അത് കൊടുക്കുകയെന്നൊക്കെ പറയുന്നത്. അതവർ കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്, അല്ലാതെ അനു നിർബന്ധം പിടിച്ചുകൊണ്ടൊന്നും അത് കിട്ടിയതൊന്നുമല്ല. അവരത് കൊടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചതാണ്. എന്നിട്ട് അത് PR കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. PR വിനു ചെന്ന് ഇവരോട് പരാതി പറഞ്ഞോ, പൈസ കൊടുത്താണോ വിനു എന്ന് പറഞ്ഞോ ഇവരോട്, ഈ അമ്മായിയോട് പറഞ്ഞോ എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെ പറയുന്നു അടിച്ചു മാറ്റിയെന്ന്. എന്നത് അടിച്ചു മാറ്റി? അനീഷിൻ്റെ പൈസ അടിച്ചു മാറ്റിയെന്ന്. എനിക്കറിയാമല്ലോ ഇവർ എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഇവർക്ക് ശരിക്കും എന്നതൊക്കെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഒരു പെണ്ണിനെ പറ്റി ഒരു മോശമായിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്ക് വായി വരുന്നത് മൊത്തം ഇവർ വിളിച്ച് പറയുക. ഇതുപോലുള്ളതിനൊക്കെ ഉണ്ടല്ലോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാര്യം എന്നാൽ ഇതിൻ്റെയൊക്കെ നാക്കടയുള്ളൂ. ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ അനീഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, ഇതൊക്കെ നിനക്ക് അനുഭവിക്കാൻ പറ്റുമോ? അതുപോലെ കുടുംബം മൊത്തം നുണ പറയുന്നവരാണ്. ഇവിടെ എടുത്ത് ചെന്നോ ഈ കുടുംബക്കാർ നുണ പറയാനായിട്ട്? ഇനിയുണ്ട് അമ്മായിയുടെ ലീലാവിലാസങ്ങൾ, ഇനിയുണ്ട്. അതിന് മുമ്പ് നമുക്ക് നിവിൻ പറഞ്ഞൊരു കാര്യം നോക്കാം കേട്ടോ. നിവിൻ പറഞ്ഞത്, നിവിനോട് ചോദിക്കുന്നുണ്ട് നൂറ പൈസ കൊടുത്തു എന്ന്. അത് നമുക്കൊന്ന് കേൾക്കാം. നൂറന്റെ കയ്യിൽ നിന്ന് 50K കിട്ടിയോ? ആക്ച്വലി ഞാൻ ജസ്റ്റ് തമാശ ചോദിച്ചെന്നോ ലൈക്ക് ഇപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഗെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പം ഞാൻ ഇതിപ്പോൾ സൗമാനം ആക്ച്വലി 15,000 15 ഞാൻ കൊടുക്കാതെ പറഞ്ഞത് അത് ഡെഫിനറ്റ്ലി ഞാൻ കൊടുക്കും. അതിൻ്റെ വീഡിയോ നമുക്ക് പൈസ ഇടാം. പക്ഷെ ബാക്കി ഉള്ളവർ ചിലപ്പം ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാനൊരു തമാശയായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിവിൻ പറയുന്നത് ആരും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആരുടെയും പേരെടുത്ത് പറയുന്നത്. നൂറയുടെ കാര്യം ചോദിച്ചപ്പം എനിക്ക് ആരും പൈസ തന്നിട്ടില്ല, അത് അവർ ഒരുപക്ഷെ ഗെയിമിൻ്റെ ഇതായിട്ടായിരിക്കും എടുത്തേക്കുന്നത്, ലാലേട്ടൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അനീഷ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൽ സാബു മോന് മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നിവിൻ പറഞ്ഞു നിനക്ക് ഞാൻ തരാം എന്നേ പറഞ്ഞുള്ളൂ. നിവിൻ പറഞ്ഞു അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്, അത് ഞാൻ കൊടുത്തിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അനു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അനു മാത്രമല്ല, അതിനകത്തുള്ള ആരും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്, എനിക്ക് ആരും തന്നിട്ടില്ല എന്നാണ് നിവിൻ പറയുന്നത്. അതിൽ ഈ അനുവിൻ്റെ പേര് മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വം ഒരു വൈരാഗ്യമാണ്. ഒന്നെങ്കിൽ ഇവർക്ക് ഭയങ്കര അസൂയയും കുശുമ്പും മൂത്തൊരു സ്ത്രീയാണ്, അതാണ് ഒരു കാര്യം. അനീഷിനുള്ള ആരാധനയോ അനീഷിനുള്ള സ്നേഹമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം അനീഷിനോട് സ്നേഹവും ആരാധനയൊക്കെ ആണെങ്കിൽ ഇത്രയും ഇതാകല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ മോശക്കാരായിട്ട് പറയുമ്പോഴത്തേക്ക് ഈ അനീഷിൻ്റെ പേരും വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അവർക്കും കൂടെ ആ ഒരു മോശം വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ആരും വരുത്തുക. ഇവർക്ക് അനീഷിനോട് ആരാധനയൊന്നുമല്ല, ഇത് മുഴുത്ത വട്ടാണ് ഈ പെണ്ണുമ്പിളയ്ക്ക്. അനീഷിന് പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ്. പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ലെന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പൊ അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ 1% പോലും ഇഷ്ടമില്ല. അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷക പിന്തുണ ഇവർക്ക് കിട്ടും. ഇവളെ ഇനാഗ്രേഷന് വിളിക്കും, അല്ലെങ്കിൽ അനീഷിനൊപ്പം വിളിക്കും. വീണ്ടും ഇവർക്ക് യൂട്യൂബേഴ്സ് കൂടും, ഫോളോവേഴ്സ് കൂടും എന്നല്ല ഓർത്ത് 2.5 വർഷം പറയുമ്പോൾ അത്രയും നാൾ ഇവർക്ക് നല്ല മുൾമുടിയെ നിൽക്കാലോ പ്രേക്ഷക പിന്തുണയോടുകൂടി. അന്നേരം മനുഷ്യൻ വിചാരിക്കും അനീഷുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടല്ലോ, അവരുടെ കല്യാണം നടക്കുമായിരിക്കും എന്ന്. എന്റെ ജനങ്ങളെ വെറുതെയാണ് ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഒരിടത്തുമില്ല. ഇവൾക്ക് അനീഷിനെ അറപ്പും വെറുപ്പുമാണ്. ഇവൾക്ക് വേണ്ടത് ഷിയാസിനെ പോലെയുള്ള അടിച്ചുപൊളിക്കാരെയും മുടി വളർത്തിയും പെണ്ണുപിടിയനെയും ഒക്കെ ഉള്ള അടിച്ചുപൊളി. ആ ഷർട്ടൊക്കെ കാണാൻ പറ്റും ഷിയാസിന്റെ. അനുവിന് പെണ്ണുപിടിയനായ ഷിയാസിനെ പോലുള്ളവരൊക്കെയാണ് ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ പൊന്നമ്മായി ഈ അനു ബിഗ് ബോസിൽ വന്നല്ല ആരും അനുവിനെ അറിയുന്നത്. അതിന് മുൻപേ അനുവിനൊരു കുറേ ആരാധകരുണ്ട്. അനുവിന് ഫോളോവേഴ്സും ഉണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് അനു വരുമ്പോഴേ എല്ലാവർക്കും അറിയായിരുന്നു. ഈ പറയുന്ന അക്ബറിന് പോലും അറിയായിരുന്നു അനു നല്ല പോലെ കയറി വരുന്നത്. കാര്യം കുടുംബ പ്രേക്ഷകരാണ് കൂടുതൽ അനുവിനെ ഇഷ്ടപ്പെട്ടത്. അനുവിൻ്റെ സീരിയൽ കണ്ടാണേലും അനുവിനെ സ്റ്റാർ മാജിക്കിലൂടെയാണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത് ഈ തങ്കച്ചൻ അനു ഒരു കോംബോ ആയിരുന്നു. അത്
പറയുന്നുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുമായിരുന്നെന്ന്. അത് തങ്കച്ചനും പറഞ്ഞിട്ടില്ല, അനു അറിഞ്ഞിട്ടില്ല. പിന്നെ നാട്ടുകാരാണ് ഈ കല്യാണക്കാരും തീരുമാനിച്ചേക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് വിചാരിക്കുക, ഈ അനു ബിഗ് ബോസിൽ വന്നല്ല 4 പേര് അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പേ അനു അറിയാൻ തുടങ്ങിയതാണ്. ആദ്യം തൊട്ടുള്ള അനുവിൻ്റെ വോട്ടിൻ്റെ ഇത് തന്നെ നിങ്ങൾ നോക്കുക, അനുവിന് വോട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവസാനം ആയപ്പോഴത്തേക്ക് ഒരു പക്ഷേ അനീഷ് വന്നായിരുന്നല്ലേ, അനീഷിന് കുറേ ഫാൻ ബേസൊക്കെ ആയി, ഒത്തിരി വീട്ടമ്മമാരാണെങ്കിലും എല്ലാവരും ഒത്തിരി ആരാധകരായി. പക്ഷെ അവസാനം വന്ന് ഒരു ചെറിയ പ്രശ്നത്തിലൂടെയാണ് തെന്നി മാറിപ്പോയെന്ന് അത് സത്യമായിരിക്കാം. പക്ഷെങ്കിൽ അനുവിനെ അറിയാൻ തുടങ്ങിയത് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷമല്ല, അതിന് മുമ്പേ അനുവിനെ എല്ലാവർക്കും അറിയാം. അനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു അനുവിനെ. പക്ഷേ ബിഗ് ബോസിൽ വന്ന് കുറച്ച് എനിക്ക് അനുവിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് ചുമ്മാ അങ്ങ് അലമ്പുണ്ടാക്കുന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അനുവിനോടൊരു ചെറിയൊരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും ഭയങ്കര ഭ്രാന്ത് പിടിച്ചൊരു ആരാധന എനിക്ക് ഇവരോട് ആരോടും ഇല്ല. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഇവരൊക്കെ അനീഷ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്, അനുവിനെ ഞാൻ ആഗ്രഹിച്ചാണ്, ഷാനവാസിനെ ആഗ്രഹിച്ചാണ്. ഇവർ 3 പേരും, നെവിനെ ഞാൻ ആഗ്രഹിച്ചാണ്. ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കപ്പ് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിൻസി ആണെങ്കിലും കഴിഞ്ഞ ദിവസം, ബിൻസി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. ബിൻസിയുടെ ഈ ഓരോ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ബിൻസി ഇഷ്ടമല്ല. പക്ഷേ ബിൻസിയെ പറ്റി ഒരു നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചാനലിനകത്ത് ഞാൻ ആ ഒരു നെഗറ്റീവ് കാണിച്ചില്ല, ബിനിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുകയും ചെയ്തത്. കാര്യം നമ്മളൊരു മനുഷ്യൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് വാദോരാതെ കിടന്ന് എന്നിലൊക്കെ പറയാം. ഒന്നുമില്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇവർ അനീഷിൻ്റെ ആരാധികയൊന്നുമല്ല, ഇത് ഒരു കുൽസിതമായി എന്ന് വിളിക്കുക. അവർ ഇങ്ങനെ കുൽസിതങ്ങൾ പറയുന്ന പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുന്നുണ്ട് അനീഷിനൊപ്പം വിളിക്കും, ഇനാഗ്രേഷന് വിളിക്കും. അനുവിന് അത്യാവശ്യമുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഈ മത്സരത്തോട് കൂടി കിടന്ന് കുറച്ച് പേർക്കുണ്ട് അനീഷിനെ ഇഷ്ടമായിട്ട്, അനീഷിനോട് ആരാധന വന്നത്. എന്നാൽ അനീഷിനെ ഇഷ്ടമില്ലാത്ത മനുഷ്യരും ഉണ്ട്, അനീഷിനെ കുറ്റം പറയുന്നവരും ഉണ്ട്, അനുവിനെ കുറ്റം പറയുന്നവരുണ്ട്, അനുവിനെ ഇഷ്ടമുള്ളവരുണ്ട്. ഇതിലും ഉണ്ട്, ഇതായിട്ട് എല്ലാം കിടപ്പുണ്ട്. പക്ഷെങ്കിൽ ഇതുപോലെ കിടന്ന് ഇങ്ങനെ ഈ ഒരുമാതിരി മോശമായിട്ട് കിടന്ന് പറയുന്ന ഈ അമ്മായി മാത്രമേ ഉള്ളൂ. അടിച്ചുപൊളി ആ ഷർട്ടൊക്കെ കാണാൻ വരും. ഷിയാസിന്റെ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എങ്ങനെയാ? ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക. അങ്ങനെയുണ്ടോ മനുഷ്യര്? എന്നിട്ട് അത് മൊത്തം വന്ന് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക. ഒരു വീഡിയോയിൽ എടുത്തോണ്ട് അവനിടുന്ന ഡ്രസ്സിന്റെ കോലം. അണ്ടർവെയർ മേടിച്ച പൈസ ഇല്ലാത്തവനായിരുന്നു ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെ കൂടെ ഇവർ കറങ്ങി നടക്കുന്ന അനീഷ് പുറത്ത് എൻ്റെതാ ഇവരെ പറയുക. ഇവരാണ് അനീഷിനല്ല ഷിയാസിന് അണ്ടർവെയർ മേടിച്ചു കൊടുക്കുന്നത് ഇവരാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത് ഷിയാസിന് അണ്ടർവെയർ മേടിക്കാൻ നിവൃത്തിയില്ലെന്നുള്ളത്. ഷിയാസിന് മാത്രമായിരിക്കില്ല അണ്ടർവെയർ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത എല്ലാവർക്കും ഈ അമ്മായി അണ്ടർവെയർ മേടിച്ചു കൊടുത്ത നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ എന്നും ഒരാൾ താഴെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെന്ന് തോന്നി ഇവർ. ഒരിക്കലും ഒരു മനുഷ്യൻ ഉയർന്നു വരുന്ന ഇവർക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്കൊന്ന് അനീഷിനെ ഇവരൊരു പക്ഷേ കുറ്റം പറയാത്ത ഇവരെ എടുത്തിട്ട് കൊടുക്കുമെന്നറിയാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ അനീഷിനെ സപ്പോർട്ട് നിന്ന് ഒരാളെ ഇങ്ങനെ താത്തോണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ ഭ്രാന്ത് പിടിച്ച് ഈ അമ്മായി നാളെ ഒരു ദിവസം അനീഷിനെ മോശമായിട്ട് പറഞ്ഞ് എന്ന് വരാം. ഇവരിപ്പോൾ പറയുന്നത് അവന് ദാരിദ്ര്യത്തിൽ കിടന്നാണ്, അവൻ്റെയൊക്കെ കഷ്ടപ്പാട് കൊണ്ടാണ് അവനൊക്കെ ഉയർന്നു വന്നത്. പിന്നെ അവൻ ഓരോ ഷർട്ട് ഇട്ട് കാണിക്കുന്നെങ്കിൽ അവനൊരു ഒരു മോഡലാണ്, അവൻ ഓരോ കാര്യങ്ങൾക്ക് ഓരോ മോഡലാണ്. അപ്പോൾ അവൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ അവനെ എടുക്കുന്നത്. എന്നാത്തിനാണ് ഇങ്ങനെ പുള്ളിക്കാരിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു പോയല്ലോ, പെട്ടെന്ന് തപ്പി അടുത്തത് വേറെ ഇതായിട്ട് പറയുന്നു. അണ്ടർവെയർ പോലും മേടിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ്. എനിക്കല്ല ഈ അമ്മായി ആണെന്ന് തോന്നുന്നു. മിക്കവാറും ഷിയാസ് ഒന്നിച്ച് പറയും, അമ്മായി എനിക്ക് ഒരു 5-6 അണ്ടർവെയർ കൂടെ മേടിച്ചതെന്ന് പറയും. അമ്മായിക്ക് അണ്ടർവെയർ മേടിച്ച് കൊടുക്കുന്ന ഇച്ചിരി ഇഷ്ടമുള്ള കാര്യമെന്ന് തോന്നും. ടീമിന്റെ കൂടെ ഇവർ കറങ്ങി നടക്കുന്ന അനീഷ് പുറത്ത് വരുമ്പോൾ കണ്ടതല്ലേ, കുടുംബത്തിൽ കയറ്റാൻ പറ്റുമോ ഈ സാധനത്തിനെ? അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ വെച്ചോണ്ടിരിക്കുമോ? ആർക്ക് വേണം ഇനി ഇവളെ? ഷിയാസ് കൊണ്ട് താമസിപ്പിക്കും, അല്ലാതെ ഇവളെ ആർക്ക് വേണം? ഏതെങ്കിലും വ്യക്തിയുള്ള കുടുംബത്തിലെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച പുരുഷന്മാർ ഇവളെ ഭാര്യ അടിച്ച് ജയിക്കുമോ? എന്തിനാണ് ഇനി ഇവളെ സ്വീകരിച്ചിട്ട് കാര്യം? അതുകൊണ്ട് നിന്റെ വൃത്തികെട്ട ആ സംസാരം, നീ മനുഷ്യരെ കബളിപ്പിക്കുന്ന ആ സംസാരം നിർത്തിക്കോ. നിന്നെ ഇനി അനീഷിന് ആവശ്യമില്ല കേട്ടോ. അനീഷിന് മനസ്സിലായി നീ ആരാന്നും ഒരു വാക്ക് പാലിക്കില്ലാത്തതുകൊണ്ടും കണ്ടവന്മാരുടെ എല്ലാം ഇടയിൽ കൂടി നീ വളർന്നു നടന്നുള്ളത് അനീഷിന് ജനങ്ങൾക്ക് മനസ്സിലായി. നീ PR വിനുവിന് വായിലോട്ടാണല്ലോ ഈ കേക്കൊക്കെ വെച്ചു കൊടുത്തത്. അവൻ എങ്ങനെ കേക്ക് എടുത്ത് നിന്റെ മാർഗത്തിൽ താഴെപ്പടി ഞാൻ മുട്ടിച്ചാണ് എടുത്തത്. അപ്പോഴൊന്നും നിനക്ക് വിഷമം തോന്നിയില്ല? നിന്റെ പറയുന്നത് കേട്ടോ, കുടുംബത്ത് പിറന്ന നല്ല മാതാപിതാക്കൾക്കുണ്ടായ ഒരുത്തരും അനുവിനെ കല്യാണം കഴിക്കരുത്. എനിക്ക് തോന്നുന്നത് ഈ അമ്മായി അതായിരിക്കും അവസ്ഥ. ഇവരുടെ ഈ വായിന്ന് വരുന്ന ഈ വർത്തമാനത്തിന് കുടുംബത്തിനല്ല, കുടുംബത്തിൻ്റെ അതിർവശത്ത് പോലും നിൽക്കുന്നവർ പോലും ഇവരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് അതുപോലത്തെ ഒരു ആൾക്കാരായിരിക്കും തോന്നുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെ പിന്നെ ഇങ്ങനെ ഇതുപോലെ കിടന്ന് പറയത്തില്ലല്ലോ, ആണുങ്ങളുടെ ഇടയ്ക്കൂടെ കിടന്ന് അനീഷിന് അത് മനസ്സിലായിരുന്നു. അതേ പറഞ്ഞേ ഇത് അനീഷിൻ്റെ അമ്മായി എന്ന് പറഞ്ഞത്. കാര്യം പുള്ളിക്കാരിക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം കേട്ടോ. അനീഷ് എന്നതൊക്കെ ഉദ്ദേശിക്കുന്നതെന്നും അനീഷ് എന്നതൊക്കെയാണ് പറയുന്നതെന്നുള്ള ഈ അമ്മായിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ അമ്മായിയോടെല്ലാം അനീഷ് പറയാറുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മായി പറഞ്ഞത് അനീഷിനെല്ലാം മനസ്സിലായി
എന്നുള്ളത് അനീഷിനെല്ലാം മനസ്സിലായി. അതുപോലെ ആ കേക്ക് കട്ടിങ്, അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് കണ്ടതാണ്. ആ കേക്ക് കട്ടിന് ബിനു നീ ഇത്രക്കാരനാണോ? പുള്ളിക്കാരി പറഞ്ഞ കേട്ടോ, അനുവിൻ്റെ മാറിലൂടെ കൈയെടുത്താണ് കേക്ക് എടുത്തത്. അപ്പോൾ നീ അങ്ങനത്തെ ഒരാളാണോ? എൻ്റെ പൊന്ന് കുൽസിത അമ്മായി, അത് ഒരു കേക്ക് എടുക്കുന്നത് ബിനു പുറയിലാണ് നിൽക്കുന്നത്. അനുവിൻ്റെ ദേഹത്ത് അവിടെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. കേക്ക് എടുക്കുന്നു, ബിനു എടുത്ത് അനുവിൻ്റെ മുഖത്ത് തേക്കുന്നു, അനു അവിടെ നിൽക്കുന്നവർക്കൊക്കെ ആ കേക്ക് എടുത്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ അമ്മായി അത്രയൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ അമ്മായി ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ടിരുന്ന് നോക്കിക്കാണും ആ കൈ മുട്ടിന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് ബിനുവിനെ മോശക്കാരനാക്കുമല്ലേ, ബിനു മാറിലൂടെ കൈയെടുത്ത്. അപ്പോൾ ബിനുവിനെയും കൂടാണ് ഇവർ പറയുന്നത് മൊത്തത്തിൽ. ആദ്യം ബിനുവിനോട് പുള്ളിക്കാരിക്ക് അങ്ങ് സഹതാപമായിരുന്നു, PR ബിനുവിനൊന്നും കൊടുത്തില്ല, ബിനുവിനെയും പറ്റിച്ചു എന്നും പറഞ്ഞിട്ട്. ഈ വിനു ഇപ്പോൾ പറയുന്നു വിനു കേക്ക് എടുത്ത സമയത്ത് കൈ മാറിലൂടെ തട്ടിപ്പോയെന്ന്. ഇതൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് അനീഷ് ഇനി വേണ്ടാന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനു എപ്പോഴെങ്കിലും അനീഷിനെ വേണമെന്ന് പറഞ്ഞോ നിങ്ങളോട്? എപ്പോഴെങ്കിലും അനു പറഞ്ഞോ അനീഷിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിക്കുക അനീഷിനെ അനുവിന് വേണമെന്ന് പറഞ്ഞത്. അനു ഇത്രയും ദിവസമായിട്ട് അതിനകത്ത് ആരെല്ലാമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പുറത്ത് വന്നപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. അക്ബറൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, പക്ഷെ അവർ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നൂറ തന്നെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ ഇന്റർവ്യൂ ലൈവിലൂടെ പറഞ്ഞത് ഞാൻ കാണിച്ചായിരുന്നു. അനുവിനെ എനിക്കിഷ്ടമാണ്, എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിഷ്ടമാണെന്നുള്ളത്. അത് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് സത്യങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് നൂറയല്ല ആദില പറഞ്ഞത്. ആദില അങ്ങനെ പറയുമ്പോൾ നൂറ പറയുന്നു അതിൻ്റെ സാഹചര്യത്തിൻ്റെ പുറത്ത് പറ്റുക. അന്നേരം ആദില ചോദിക്കുന്നുണ്ട് നൂറയോട്, അതൊക്കെ ഒരു സാഹചര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റ് പറ്റിയെന്ന് അവർക്കറിയാം, അവരെ സമ്മതിക്കുന്നുണ്ട്. അപ്പം പുറത്തിറങ്ങുന്ന ഇവരാരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേങ്കിൽ ഈ അമ്മായിക്കാണ് പ്രശ്നം മൊത്തം. ഏകല അമ്മായി ഒരു കാര്യം ചെയ്യും, അനുവിനെ കെട്ടിക്കാൻ നടക്കണ്ട. പിന്നെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമല്ല കല്യാണം. അവൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഒക്കുക, ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു നേട്ടം. അല്ലാതെ വിവാഹമല്ല ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അതുകൊണ്ട് അമ്മായി ഇങ്ങനെ ഇത്രയും കിടന്ന് സങ്കടപ്പെടേണ്ട അനുവിനെ കെട്ടിക്കാനായിട്ട്. കേക്ക് എടുത്ത് നിന്റെ മാർഗത്തിൽ താഴെ കൂടി ഇങ്ങനെ മുട്ടിച്ചാണ് എടുത്തത്. അപ്പോഴൊന്നും നിനക്ക് വിഷമം തോന്നിയില്ല? നിന്റെ പുറകിൽ കൂടി എത്ര പേരാണ് ഈ കിടന്ന് അങ്ങോട്ട് നിന്നെ അങ്ങ് പ്രഷർ നിന്നെ ഞെക്കി അമക്കിക്കൊണ്ടാണല്ലോ കേക്കൊക്കെ എടുത്തത്. അപ്പോഴും നിനക്ക് വിഷയമില്ലായിരുന്നു അല്ലേ? അപ്പം നിനക്ക് അതൊക്കെ സുഖകരമായ ഒരു അവസ്ഥയാണ്. അത് അനീഷിന്റെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, അനീഷിന്റെ വീട്ടുകാര് ഇവരെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിന്റെ മോഹം അവിടെ വെച്ചാൽ മതി. ഇനി അനീഷിന് നിന്നെ വേണ്ടടി കേട്ടോ. 10 പൈസയുടെ വില അനീഷിന്റെ മനസ്സിൽ ഇനി നിന്നെ കുറിച്ചില്ല. അദ്ദേഹത്തിന് നല്ലൊരു കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ചില എത്തിക്സ് ഉണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നടത്തിയിരിക്കും. അത് വേണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതങ്ങനെ തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അത് വരില്ല. നീ ചിന്തിക്കുന്ന നിന്റെ ഷിയാസിന്റെ ചീഞ്ഞുപുഴുത്ത സ്വഭാവമല്ല അനീഷിനുള്ള. അതുകൊണ്ട് ആ വെള്ളം എന്റെ മോളങ്ങ് വാങ്ങി വെച്ചേക്ക് കേട്ടോ. നീ പ്രായം ചെന്ന് അങ്ങ് മുതുമുതുക്കിയാവുന്നതോടെ വരെ നീ കുഞ്ഞുടുപ്പ് ഇട്ടോണ്ട് ഞെളിഞ്ഞ് കണക്ക്. എനിക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഈ അമ്മായി പറയുന്നത് കേട്ടതൊന്നും അനീഷിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് അനുവിനെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് അനു കുറേ ആണുങ്ങളുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചു എന്നാന്ന് തോന്നുന്നു ഇവരുടെ വർത്തമാനം കേട്ടാൽ. ഇത് അനുവിനെയും ബാധിക്കുന്നില്ല, അനീഷിനെയും ബാധിക്കില്ല. പക്ഷെ കേൾക്കുന്ന നമുക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ഇത്രയും മോശമായിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരാളൊരു മറുപടി പറയട്ടെ. അല്ലാതെ ഇവിടുന്ന് കിട്ടുന്നത് സ്വന്തമായിട്ട് പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് നമ്മുടെ മനസ്സിൽ കുറേ സങ്കല്പങ്ങൾ കൊണ്ടുവന്നിച്ച് ഒരാളെ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഇവർ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇവരുടെ സ്റ്റാൻഡേർഡ് എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അനുവിന് കപ്പ് കിട്ടിയത് പോലും ഇവരുടെ വിചാരം എന്നാന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ നിന്ന് ഇതായിട്ടൊന്നും കൊടുത്തൊന്നുമല്ല, ലാലേട്ടൻ്റെ സ്വന്തം തീരുമാനത്തിൽ കൊടുത്തതെന്നാണ് പുള്ളിക്കാരി വിചാരിച്ചേക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞ അതാണ്, ലാലപ്പൻ്റെ കുലുസതൊക്കെ നമുക്കറിയാം, ലാലപ്പൻ്റെ കുലുസതം ഇതായതുകൊണ്ടാണ് അനുവിൻ്റെ കൈ പൊക്കിയത്, അനീഷിൻ്റെ കൈ പൊക്കാതിരുന്നതെന്ന്. അത് വല്ലതുമാണോ? ഇച്ചിരിയെങ്കിലും ബുദ്ധിയും ബോധവും അന്ന് ഞാൻ പറഞ്ഞു തലയുടെ എവിടെയെങ്കിലും ഇവർക്കൊരു ഇച്ചിരി വെളിവുണ്ടായിരുന്നെങ്കിൽ ഈ അമ്മായി ഇങ്ങനത്തെ കഥയും കൊണ്ട് വരത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എനിക്കൊന്നേ ചില മനുഷ്യർക്കുണ്ട് ഈ ഇങ്ങനെയുള്ള കുൽസിതങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്ന ചില വ്യക്തികളുണ്ട്. അതുപോലുള്ള ഏതോ ഒരു സാധനമാണ് ഇതും. ഇങ്ങനെയൊക്കെ വൃത്തികേടുകൾ പറയുമ്പോഴും ഒരു പെണ്ണിനെ മോശമാക്കി പറയുമ്പോഴും അത് കണ്ട് ചിലർ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു അനീഷിൻ്റെ കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല അനുവിനെ എന്ന് പറഞ്ഞു. ഇത് ശരി, ഓക്കെ, അനീഷിൻ്റെ കുടുംബത്തിൽ കയറ്റേണ്ട അനുവിനെ, അനു എവിടെയെങ്കിലും പൊക്കോട്ടെ. പക്ഷെ ഇതിനെ ഏത് കുടുംബത്തിൽ കയറ്റും? ഇതിനെ ആരായിരിക്കും കുടുംബത്തിൽ കയറ്റിയിട്ടുള്ളത്? ഈ സാധനത്തിനെയൊക്കെ ഇതുപോലെ കിടന്ന് പബ്ലിക്കായിട്ട് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ഈ അമ്മായിയൊക്കെ ആ വീട്ടിൽ എന്നതായിരിക്കും അവസ്ഥ? ആ കുടുംബത്തുള്ളവർക്ക് സ്വസ്ഥത സമാധാനം കൊടുക്കുന്നുണ്ടായിരിക്കും ഇവളൊക്കെ. ഇനി കല്യാണം കഴിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഈ അമ്മായിയെ ആര് കെട്ടും?
ഒരു മനുഷ്യനും കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ സാധനത്തിനെയൊക്കെ. ഇതിനെയൊക്കെ മുഖമൊക്കെ പുറത്ത് കൊണ്ടുവരണം, ഇവരൊക്കെ ഫോട്ടോ സഹിതം വെളിയിൽ കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. കാര്യം ഇവളൊക്കെ ആരാന്ന് എന്നാന്ന് ഇവിടെ നാട്ടുകാരെങ്കിലും അറിയണം ഈ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക്. ബിഗ് ബോസും കഴിഞ്ഞു, കപ്പും കൊണ്ടുപോയി. നെവിൻ പറഞ്ഞാലേ ആന എഴുന്നള്ളത്തും കഴിഞ്ഞ് വീട്ടിൽ പോയി പാപ്പാൻ ആഹാരം കഴിച്ചു. അപ്പോൾ കൂടെ വന്നവർ പറഞ്ഞു ആന പിണ്ടോ ഇട്ടേച്ച് പോയി. ഇത് വരെ നടന്നിട്ടും പുള്ളിക്കാരി ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. ഇവരൊക്കെ ഓരോന്നും പറയുന്ന അനുവിനോട് ചോദിച്ചതിന് മറുപടിയാണ് അനു പറഞ്ഞത്. അല്ലാതെ ഒരിടത്തും നിന്ന് അനു അനീഷിൻ്റെ ഒരു കാര്യവും പറയാൻ നിന്നിട്ടില്ല, ആരുടെയും കാര്യം പറയാൻ നിന്നിട്ടില്ല. ഇത് അനുവിനോട് പറഞ്ഞു അനീഷിനെ തേച്ചു എന്ന് പറഞ്ഞാൽ, തേക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെട്ടേച്ച് കുറച്ച് നാൾ ഒന്നിച്ച് നടന്നതിന് ശേഷം ഒരാളെ ഒഴിവാക്കി പോകുന്നതിനാണ് തേപ്പെന്ന് പറയുന്നത്. അല്ലാതെ വൺ വേ ആയിട്ട് വരുന്ന ഒരു സൈഡിലോട്ട് മാത്രം ഒരാൾക്ക് വൺ വേ ആയിട്ട് വരുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് തേപ്പെന്ന് പറയാൻ പറ്റത്തില്ല. എതിര് നിൽക്കുന്ന ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഭർത്താവിനെ പറ്റി ഒരു സങ്കല്പം കാണാം. അനീഷ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അനുവിൻ്റെ മനസ്സിലെ സങ്കല്പം അങ്ങനെ ആയിരിക്കണം. നമുക്ക് ചില മനുഷ്യർ നമ്മളോടും സംസാരിക്കുക എടുക്കുകയും ചെയ്യുമ്പം അവരോട് നമുക്ക് ഒരു ബ്രദർ എന്നുള്ളൊരു സ്നേഹം തോന്നും. അവരെ നമുക്ക് ഒരിക്കലും ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഭർത്താവായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹം വേറെ, ബ്രദറിന് കൊടുക്കുന്ന സ്നേഹം വേറെ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഷിയാസിനെ കൂട്ടി പറയുന്നുണ്ട് അനുവിനെ. ഷിയാസ് അനുവിനെ കൊണ്ടു നടക്കുമെന്ന് മറ്റാ മനസ്സൊക്കെ. ഈ ഷിയാസും അനുവൊക്കെ തമ്മിന്ന് പറഞ്ഞാൽ ഒരു ആങ്ങളപ്പെങ്ങൾ ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെയാണ് അവരെ സ്റ്റാർ മാജിക്ക് തൊട്ടേ അങ്ങനെയാണ് അവരെല്ലാവരും കണ്ടിട്ടുള്ളത്. അവിടെ എല്ലാവരും അങ്ങനെയാണ് അങ്ങോട്ട് കിട്ടുക. അവിടെയുള്ള പെൺകുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആങ്ങളപ്പെങ്ങൾ ബന്ധം. നമ്മുടെ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ കുഞ്ഞിപ്പെങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെയുള്ളൊരു ബന്ധങ്ങളാണ്. ഒരാണും പെണ്ണും ഒന്നിച്ച് നിന്നാലോ അല്ലെങ്കിൽ ഒന്നിച്ചൊരു പ്രോഗ്രാം ചെയ്താലോ ഉടനെ അവിടെ വേറെ പരിപാടിയല്ല നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചേച്ചിക്ക്, ഈ അമ്മായിക്ക്, ചേച്ചി എന്ന് വിളിക്കണം, അമ്മായി എന്ന് വിളിക്കുന്ന ചെയ്യുന്നത്, ഈ അമ്മായിക്ക് ഇഷ്ടംപോലെ കുത്സത പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നും. അതുകൊണ്ടാണ് അമ്മായിക്ക് കാണുന്നതെല്ലാം ഈ കുത്സതമായിട്ട് തോന്നുന്നത്. എന്നാലും ഇത്രയും എൻ്റെ പൊന്നെ അനീഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ അമ്മായിയുടെ ലീലാവിലാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും വഴി ഇതേ സാധനം എവിടെ ഒന്ന് കണ്ടുപിടിക്കുക. അനീഷിനെ കൂടെ വെറുത്തു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറച്ചിലും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക്. അനീഷിനോട് ഇപ്പോൾ ഒരു സ്നേഹവും ആരാധനയും ബഹുമാനവും ഒക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷേ ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തന്നെ ഒരു ഇതായി തോന്നും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തലാക്കുക. ആരാധന വേണം, പക്ഷെ അതൊരു പ്രാന്തായി മാറിയാൽ ശരിയാകുകയില്ല. അത് പ്രാന്തായി മാറിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് ചികിത്സിച്ച് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നതാണേലും അമ്മായിയുടെ കുത്സിത കഥകളൊക്കെ ഇങ്ങനെ പറച്ചിലൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും ഒരു ആരാധികയല്ല, എല്ലാവരോടും ഇഷ്ടമുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമുള്ള 2-4 പേരുണ്ട്, അത്രയും പേരെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവരൊരു നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തന്നെ ഞാനത് വന്ന് പറയും, അവരത് പറഞ്ഞ് ശരിയായില്ലെന്ന്. ഞാൻ അനുവിൻ്റെ കാര്യമാണെങ്കിലും പറയും, അനീഷിൻ്റെ ആരുടെ കാര്യമാണെങ്കിലും പറയും. അല്ലാതെ ആരോടും ആരാധന മൂത്ത് അവർ തെറ്റ് ചെയ്താലും അത് നല്ലതാണെന്ന് പറയത്തില്ല ഞാൻ. തെറ്റ് തന്നെ. ഇതിപ്പോൾ അനീഷ് തെറ്റ് ചെയ്തിട്ടല്ല കേട്ടോ ഈ അമ്മായി കിടന്ന് ഈ പ്രസംഗിക്കുന്നത്. അനീഷ് എവിടെയോ ഇരിക്കുന്നു, എവിടെയോ കാര്യങ്ങൾ നടക്കുന്നു. ഈ അമ്മായി ഇങ്ങനെ അനുവിൻ്റെ പറയുന്നത്. എന്നാണേലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.